ഒരു മേനല്ലല്ലോ സജിയെ. ഹേ ഗായ്സ്, ഇന്ന് നമ്മുടെ സ്വന്തം വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് വിഷ്വൽസ് ഫ്രം ബിഗിനിങ് ടു എൻഡ് ആണ് ഞാൻ ഈ വീഡിയോനകത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. രാവിലെ ഒരു 5:30 തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് നമ്മുടെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഔട്ട്ഡോർ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ നമ്മുടെ അകത്ത് കാലുപിടുത്തവും ദക്ഷിണവെപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പം അച്ഛൻ പുറത്ത് നമ്മുടെ മണവാളിനെ സ്വീകരിച്ചിരുത്തി ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അമ്മ നിലവിളക്ക് പിടിച്ച് മുന്നിലേക്ക് വരുന്നു, ഞാൻ പിറകെ താലം പിടിച്ച് ഇങ്ങനെ വരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഗംഭീരമായിട്ടുള്ള ഒരു അടിപൊളി വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ആ മൊമെൻറ്റിൽ വല്ലാണ്ട് മുഴുക്കി ഇരുത്തുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ്, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു മക്കളുടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ബോയ്സ്, അവരാണ് നമ്മുടെ പറയിൽ ഈ പൂക്കളൊക്കെ നിറച്ചിട്ടുള്ള എന്താ അതിന് പറയുക, മഞ്ചൽ, ആ സംഭവം പിടിച്ചിട്ടുണ്ടായിരുന്നത്. മണ്ഡപത്തിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പന കളപ്പം ചാർത്താനുണ്ടായിരുന്നു. നമ്മുടെ ചടങ്ങിൻ്റെ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പൂജാരി ഉണ്ടായിരുന്നു. പിന്നെ താലികെട്ടാണ്. ഭയങ്കര ഇമോഷണൽ ആൻഡ് എന്താ പറയുക, ഒരു ഹാപ്പിലി എവർ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു. മിഥുന് നല്ല ടെൻഷനായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മിഥുന് നല്ല ടെൻഷനുണ്ടാകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ താലികെട്ടിൻ്റെ സമയത്ത് ഈ കടലാസ് പൂമഴയൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ സിസ്റ്ററാണ് പിറകിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം താലികെട്ട് കഴിഞ്ഞിട്ട് അവൻ ഈ തലയിൽ വീണിട്ടുള്ള കടലാസ് പൂക്കളൊക്കെ പെറുക്കി മാറ്റി. പിന്നെ നെക്സ്റ്റ് അവനുള്ള ചെയിൻ ഇടുന്നതാണ്. പക്ഷെ അവൻ്റെ ടെൻഷൻ കാരണം ആ ചെയിനും അവൻ വാങ്ങിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് അവൻ നടത്തുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ വാങ്ങിച്ച് അവന് ചെയിൻ ഇട്ട് കൊടുത്തു. കുറച്ച് പൂക്കൾ അവനിലേക്ക് ഇങ്ങനെ വെതറി കൊടുത്തു. പിന്നെ റിങ് എക്സ്ചേഞ്ച്, ഗാർലൻഡ് എക്സ്ചേഞ്ച്, പിന്നെ ബൊക്കെ എക്സ്ചേഞ്ച്, സിന്ദൂരം ചാർത്തൽ, ഇതെല്ലാം പിറകെ കഴിഞ്ഞു. അതിനുശേഷം പ്രദക്ഷിണം വെക്കൽ, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങൽ, കൈപിടിച്ച് കൊടുക്കൽ, പിന്നെ ഫസ്റ്റ് കപ്പിൾ ഫോട്ടോ ആഫ്റ്റർ ബീയിങ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഫാമിലി ഫോട്ടോ സെഷനാണ്. എൻ്റെ ഫാമിലി, അവൻ്റെ ഫാമിലി, വിത്ത് ദ എൻറ്റയർ ഫാമിലി, അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഫുൾ ഫോട്ടോ സെഷൻ, ഒരു ജാഗര തന്നെയായിരുന്നു, ഫുൾ ഫോട്ടോസ്. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സദ്യ ഉണ്ണലായിരുന്നു. ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. കാരണം രാവിലെ മുതൽ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് യാത്ര പറച്ചിലേക്ക് പോയി. അനിയനും അമ്മയും ചേർത്ത് ഫസ്റ്റ് അങ്ങ് കരച്ചിൽ തുടങ്ങി. പിന്നെ അത് അച്ഛനിലേക്ക് അങ്ങ് സ്പ്രെഡായി. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ ഒട്ടും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം അതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതിനുശേഷം അവൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ്, അതായത് കരയണോ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും മനസ്സിലാക്കാത്തൊരു മിക്സഡ് ഫീലിംഗ് ആണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവൻ എന്തൊക്കെയോ ചളി അടിച്ചിട്ട് മാക്സിമം എന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും, അല്ലെങ്കിൽ പിന്നെ കാണുമ്പോഴുള്ള മൊമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വണ്ടിയിൽ വെച്ചിട്ട് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവരുടെ തറവാട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. വീടാണെങ്കിൽ നമ്മുടെ കിണ്ടിയും നിലവിളക്കൊക്കെ ഒരുക്കി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അമ്മ ഫസ്റ്റ് ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് ഒരു തേങ്ങയൊക്കെ ഉടച്ച് എൻ്റെ കയ്യിൽ നിലവിളക്ക് തന്നു, അങ്ങനെ സ്വീകരിച്ചു. നിലവിളക്ക് നമ്മുടെ പൂജാ ഏരിയയിൽ കൊണ്ടുപോയി വെച്ചിട്ട് നന്നായിട്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ നമ്മുടെ പാലും പഴമൊക്കെ തരുന്ന കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറമ്പിലമ്പലത്തിൽ പോയിട്ട് കുറേ ഔട്ട്ഡോർ കപ്പിൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഈവനിങ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവൻ്റെ ഫാമിലി, കസിൻസ്, റിലേറ്റീവ്സ് ഒക്കെ ചേർന്നിട്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു ട്രീറ്റ് തന്നിട്ടുള്ളൊരു സെഷനായിരുന്നു. അടിപൊളി സെഷനായിരുന്നു. അതിൽ നമ്മൾ കേക്ക് കട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പാട്ട് പാടിക്കലുണ്ടായിരുന്നു, ഡാൻസ് ചെയ്യിക്കലുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് റാഗിങ് പരിപാടികളുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സംഭവങ്ങൾ പാട്ട് പാടാനും അറിയില്ല, ഡാൻസ് ചെയ്യാനും അറിയില്ല. പക്ഷെ അവസാനം ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്ത ആൾക്കാർ തന്നെ വന്ന് ഇതൊക്കെ ലാസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അത്രയും എനിക്ക് ഈ ഡാൻസ്, പാട്ട്, അങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം സെഷനായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ടുപേരും പരസ്പരം കാണാതെ ഇരിക്കുക, എന്നിട്ട് അവർ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. അത് ആരെയാണോ നമുക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവർ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെരുപ്പ് അത് പൊക്കി കാണിക്കുക. ഇതാണ് ബേസിക്കലി ആ ഗെയിം. ആരാണ് ആദ്യം മൈക്കൊണ്ടിരുന്നത്? രണ്ടുപേരും അപ്പോളജൈസ് ചെയ്യും. അതാണല്ലോ അല്ലേ? Who is more romantic? ആലോചിക്കാൻ സമയം ആരാ റൊമാൻറ്റിക്?
ഒരു മേനല്ലല്ലോ സജിയെ. വ്യൂവേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പറയേ. എന്ത് ക്വാളിറ്റീസ് കണ്ടിട്ടാണ് അനുപ്രിയ വീണത്? കൈൻഡ് ആണ്, പൊളൈറ്റ് ആണ്, പേഷ്യൻസ് ഭയങ്കര കൂടുതലാ. മൈക്കൊന്നും അടിക്കണ്ട, നീ പറഞ്ഞു. അവള് ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരാളാണ്. പിന്നെ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എനിക്കറിയാം. കഥ വേണ്ട, ഞങ്ങൾക്ക് നെഗറ്റീവ്സ് നോക്കിയിട്ടില്ല. അവന്റെ ഒരു വ്യക്തി വരുമ്പോ ഞാൻ നോക്കലുമില്ല, എനിക്ക് അറിയണ്ട. ഒരു ലൈഫല്ലേ ഉള്ളൂ, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഏറ്റവും കൂടുതൽ രണ്ടുപേരും ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്ത ഒരു ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഷെയർ ചെയ്യാമോ? അത് പേഴ്സണൽ ആണ്, പറയാൻ പറ്റില്ല. ഇത്രയും മനോഹരമായ വേദി ഈ ഒരു ട്രീറ്റ് തന്നതില് എല്ലാരോടും സന്തോഷം. എന്റെ പേരില് ഭാര്യന്റെ രണ്ടാള് പേരില്. അപ്പൊ എല്ലാവർക്കും ഹൃദയം തൊട്ട് നന്ദി. ഇനിയുള്ളത് റൂം ഡെക്കറേഷനും പിന്നെ പാലും എടുക്കൽ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവൻ്റെ കസിൻസിനാണ്. ഞാൻ നല്ല സെറ്റ് സാരി കൊടുത്ത് ഫസ്റ്റ് തന്നെ റൂമിൽ കയറി ഞാൻ സേഫ് ആയിട്ടിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ. അമ്മ ഞാൻ പോട്ടെ. കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അവൻ വന്ന് കഥയിൽ വന്ന് തട്ടിയപ്പം ഞാൻ പോയിട്ട് ഡോറ് തുറന്നു കൊടുത്തു. ഉള്ളിൽ ക്യാമറ എടുക്കാൻ വേണ്ടി കസിൻ ഒരാളുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ എനിക്ക് പാല് തന്നു. അപ്പോൾ ആ പാല് വാങ്ങിയിട്ട് ഞാൻ സൈഡിൽ വെച്ചു. അതിനുശേഷം അവൻ എനിക്കൊരു പൂവ് തന്നു, റോസാപ്പൂ തന്നു. ഞങ്ങൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒക്കെ അവർ കസിൻസ് എല്ലാം അവിടെ ഉണ്ട്. പൂവ് തന്നു. എന്നോട് നാണത്തിൻ്റെ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു. ഞാൻ നാണത്തിൻ്റെ എക്സ്പ്രഷൻ ഇട്ടു, പൂ വാങ്ങി വെച്ചു. ബൈ.